ഡെയിലി വ്ളോഗ് സീരീസിന്റെ 11ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഗൈസ്. സോ ഗുഡ് മോർണിംഗ്. 9 മണിയായി. സോ എന്താ അറിയില്ല, എനിക്ക് രാവിലെ അപ്പം എത്ര മണിക്കൂർ വേണം കിടക്കാം, ഉറക്കം ക്ലിയർ ആവുന്നില്ല. 10 മണി വരെ കിടന്നാൽ ഉറക്കം ഫുള്ള് ക്ലിയർ ആവും. ബട്ട് അണീകട്ടെ ഗൈസ്. അങ്ങനെ പല്ലെല്ലാം തേച്ചു. ഞാൻ താഴെ പോയിട്ട് ചായ കുടിക്കട്ട്, കുറച്ച് പണികൾ ചെയ്യാനുണ്ട് ഇന്ന്. ഓക്കെ, ചായ കുടിച്ചു തരാം. ചായ ഇതപ്പം ഞാൻ എണീറ്റതിന് ശേഷമാണ് വെക്കാറ്. കാരണം രാവിലെ ആക്കിയാൽ ഞാൻ എത്ര മണിക്ക് നമുക്ക് എണീക്കുക അറിയാമല്ല. അപ്പം നേരത്തെ ആക്കി വെച്ചാൽ തണിയും, അതുകൊണ്ട് ഇപ്പോൾ ആക്കുന്ന അത്ര. ടി വി വെച്ചിട്ടുണ്ട്. അപ്പം തന്നെ നമ്മളെ ഫ്രണ്ടിൽ തന്നെ ഇതാ ഫേമസ് യൂട്യൂബറിൻ്റെ വീഡിയോ വന്നിട്ടുണ്ട്. ഇന്ന് ഞാൻ രാവിലെ ആയിട്ട് നൈസ് ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് നോക്കാൻ. അപ്പോൾ ഒന്ന് കണ്ടു നോക്കട്ടെ. ഓക്കെ, സോ ഞാൻ ഇട്ട എല്ലാ വീഡിയോസും ഞാൻ തന്നെ യൂട്യൂബിൽ എന്തായാലും ഒരു തവണ കാണും. കാരണം എന്നാലും എനിക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് മനസ്സിലാവില്ല. എഡിറ്റ് ചെയ്യുന്ന ടൈമിൽ ഞാൻ 2-3 വട്ടം കാണുന്നുണ്ട്. എന്നാലും യൂട്യൂബിൽ വന്നാലും ഒന്നുകൂടി കാണും. ഓക്കെ, അങ്ങനത്തെ വെള്ളം വൃത്തിയാക്കണമെന്നുണ്ട്. കാരണം ലാസ്റ്റ് ഞാൻ വൃത്തിയാക്കിയത് അപ്പാണോ വീഡിയോയിൽ കാണിച്ച് തന്നാന്ന്. എന്ന് വെച്ചാൽ 2 ആഴ്ചക്ക് മേലെ ആയിട്ടുണ്ടാവും. ദോശക്ക് വേണ്ടിയിലൊക്കെ അറിയാക്കുന്നുണ്ട്. അങ്ങനെ ആ മഴ ഇപ്പം മാറുന്നുണ്ട്. ഇപ്പം മഴ സീസൺ ആയതുകൊണ്ട് ഇങ്ങനെ തന്നെയാണ് പെയ്തുകൊണ്ട് നിൽക്കും. എന്നിട്ട് പെയ്യാണ്ട് നിൽക്കുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് പെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. എനക്കൊന്ന് ഇവിടെ സ്കൂട്ടി ഇവിടുന്ന് നനയുന്നുണ്ട്. എനക്കൊന്ന് അവിടെ വെള്ളം തട്ടിയിട്ട് അവിടുന്ന് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് കുറേ. അതേപോലെ കാറിൻ്റെ വീഡിയോ ഇതേ ഇഷ്യൂ ആണ്. കുറച്ചും കൂടി വണ്ടി വേക്കോട്ടൊക്കെ ആക്കി വെക്കാൻ പറയാമായിരുന്നു. തൽക്കാലം ഇങ്ങനെ വിരിച്ചിട്ടുണ്ട്. ഇതാണ് ആക്കിയ കറി. പിന്നെ ദോശയുണ്ട്. ഓക്കെ, ചായയും കൂടി ഇപ്പം വരും. ഓക്കെ, കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പുറത്തെല്ലാം അത്യാവശ്യം നല്ല മഴ പെയ്യുന്നുണ്ട് ഇപ്പം. കുറച്ചും കൂടി ഇങ്ങോട്ടേക്ക് വെച്ചിട്ടുണ്ട്. സോ ഗായ്സ്, ഇങ്ങനെ ഈ ഒരു രീതിയിൽ മഴ പെയ്താൽ അടുത്ത് തന്നെ കുളത്തിലുള്ള വെള്ളം അറിയും. എന്തായാലും വൈകുന്നേരം സമയം ഉണ്ടെങ്കിൽ പോയി ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ബാക്കിലാണെങ്കിൽ ഇതാ ഇവിടെയെല്ലാം വെള്ളം നിറഞ്ഞ് ഏതാ വൃത്തി കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ കുട പിടിച്ചിട്ട് അവിടെ പോയി എന്നിട്ട് ആ വെള്ളത്തിൽ ഇങ്ങനെ നിൽക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഞാൻ എന്തായാലും ഇപ്പം പോകുന്നില്ല, കുറച്ച് കഴിഞ്ഞ് വൈകുന്നേരം അപ്പം ടൈം കിട്ടുമെങ്കിൽ ഞാൻ പോകും. ഓക്കെ, ചെയ്യണമെന്നുണ്ട്. അപ്പം ഇങ്ങനെയാണ്, നല്ല കിട്ടില്ല മഴ പെയ്യുന്നുണ്ട്. ഓക്കെ, അവിടെയെല്ലാം വെള്ളം അറിയുന്നുണ്ട്. ഞാൻ എന്നാലും എഡിറ്റ് ചെയ്യായിരിക്കട്ടെ. എന്താ കഥ മോനെ, ഇവിടെ ഇരുന്നാണ് എഡിറ്റ് ചെയ്യണം വിചാരിച്ചിരുന്നാണ്. ശേഷം റീലും കണ്ടങ്ങ് ആടിയിരുന്നു പോയി. റീല് കാണുന്നതിനെക്കാട്ടി എത്രയോ ബെറ്റർ ആണ് എന്തെങ്കിലും പുതിയ ആനിമേ സീരീസ് കാണുന്നോ, ഇല്ലെങ്കിൽ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന സീരീസ് കണ്ടിന്യൂ ചെയ്യുന്നോ. ഇഷ്ടംപോലെ പണിയുണ്ട്. റീൽസ് കണ്ടിട്ട് അരമണിക്കൂർ വേസ്റ്റ് ആവുന്ന ഒരു കാര്യമില്ല. അതിന് പകരം ഒരു എപ്പിസോഡ് കാണാനൊക്കെ എന്തെങ്കിലും. ഞാൻ എന്തായാലും ഇപ്പൊ എഡിറ്റിംഗ് ആയിട്ട് അത് ചെയ്യാനായി ഇരിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ എല്ലാ വീഡിയോസും എഡിറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്ലോഡും ആക്കി ഷെഡ്യൂളും ചെയ്ത്. എന്ന് വെച്ചാൽ 11-ാം തീയതി വരെ എല്ലാം ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ ദിവസമായിട്ട് വീഡിയോസ് അപ്ലോഡ് ആയിക്കോളും, എല്ലാ ഷോർട്സും. അപ്പോൾ ഇതൊക്കെ പഴയ വീഡിയോസ് ആണ്. എൻ്റെ ഫോണിലുണ്ടായ പഴയ വീഡിയോസ് എഡിറ്റ് ചെയ്തിട്ടാണ്. ഇനി മുതൽ പഴയത് എഡിറ്റ് ചെയ്യുന്ന പരിപാടിയില്ല. പുതിയ ഷോർട്സ് വീഡിയോസ് എടുത്തിട്ട് അത് മാത്രം എഡിറ്റ് ചെയ്തിട്ടിടും. സോ ഇപ്പോൾ ഏകദേശം 1 മണിയാവാൻ പോവാണ്. ഞാനിവിടെ പാട്ടും കേട്ടിട്ടായിരുന്നു ചെയ്യുന്നുണ്ടായത്. ഇനി എന്തെങ്കിലും പരിപാടി ഉണ്ട് നോക്കട്ട്, അതിനുശേഷം നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാം. ഓക്കെ, ഇതിൻ്റെ ഇടയിൽ ഇവിടെ ഒരു കൊതു കളിക്കുന്നുണ്ട്. അതിന് ഓക്കെ അവിടെയുണ്ട്, കാണാൻ പറ്റുമോ അറിയില്ല. അതാ അവിടെ ആ കൊതു. അതിൻ്റെ പോലെ ഇത് ബോയ് കൊന്ന്. ഇന്നലെ എൻ്റെ രാത്രി ചോര കുടിച്ച സാധനം ഇവിടെ ഫുൾ ചോരയാണ്. അല്ല പിന്നെ അങ്ങനെയുള്ള പറയും എന്തൊരു സുഖം. സോ ഇനി എഡിറ്റ് ചെയ്യായിരിക്കട്ടെ. ഓക്കെ, എനിക്കിനി കാണണം എന്ന ആഗ്രഹമില്ല. സീരീസിൻ്റെ പേര് ഇതാ, ഇഷ്ടംപോലെ സീരീസ് ഉണ്ട് ഞാൻ ഇവിടെ ആക്കി വെച്ചിട്ട്. പിന്നെ അത് കൂടാതെ ഇതൊക്കെയാണ് ഇനി എനിക്ക് കാണണം എന്നില്ല. ആനിമേൻ്റെ പേര് ഒരുപാടുണ്ട്. ഇത് ഞാൻ ഇതെല്ലാം എഴുതി വെച്ചാണ് സീരീസ്, ഇതാ എപ്പിസോഡ്സ്. ഇതൊക്കെ കാണുന്നുണ്ട്. ഈ ഒരു ആനിമയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിന് അത്ര സെക്കൻഡ് എപ്പിസോഡിലുണ്ട് അത്ര. സോ ഈ ഒരു ആനിമയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ കാണിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ്. ഓക്കെ, എല്ലാം ടാബും ഇതാ ഹെഡ്സെറ്റ് എടുത്ത് ഇനി താഴേക്ക് പോവാണ്. താഴെ പോയിട്ട് താഴ്ന്ന് കാണാം. ഓക്കെ, ഉച്ചയായി, ഏകദേശം 2 മണിയായി. അങ്ങനെയാണ് ആക്കിയത്. തോന്നുന്നത് നല്ല നെയ്ച്ചോറും പിന്നെ ഇവിടെ ചിക്കനും ഉണ്ട്. ഇന്ന് ബിരിയാണിയാണ്. അടിപൊളി. എൻ്റെ അലേർട്ട് വന്ന് വൈഫൈ കട്ടായി. അങ്ങനെ ഇതും കട്ടായി. അപ്പോൾ പുറത്ത് നല്ലൊരു ഹെവി റെയിൻ വരുന്നുണ്ട്. ഇനി ഡൗൺലോഡ് ആക്കി വെച്ച പറയുന്നത് കൊണ്ട് കാണട്ടെ. ദ ബോയ്സിൻ്റെ 3-ാമത്തെ സീസണിലെ 4-ാമത്തെ എപ്പിസോഡാണ്. പുറത്തിരുന്നിട്ടാണ് കാണുന്നത്. ഓക്കെ, നല്ല മഴയുണ്ട്.
ബിരിയാണി റെഡി ആയിട്ടുണ്ട്. പപ്പടം, ചിക്കൻ, ബിരിയാണി, അച്ചാറില്ല, സലാഡ്. സോ എനിക്ക് കഴിച്ച് കഴിഞ്ഞിട്ടാണ്. ഓക്കെ, കാണുമെന്ന് എല്ലാം ചാർജ് ചെയ്യാൻ വെച്ചിട്ടില്ല. എൻ്റെ ഫോണോട് ചാർജ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇതും ഉണ്ട്. പിന്നെ അത് ഒരു ഈച്ചെന്നെ ശല്യപ്പെടുത്തുന്നുണ്ട്. അതിന് ഒറ്റയടി അവിടെ കടത്തിയിട്ടുണ്ട്. അല്ല പിന്നെ റൂമിലിങ്ങനെ ചില ഈച്ചകൾ കയറും, പക്ഷെ പോവുകയല്ല. പിന്നെ തൊട്ടിപ്പുറം ഒലിച്ചു വരുന്ന വെള്ളം നോക്കാം നിങ്ങൾക്ക്. ഇങ്ങനെ വെച്ചാൽ രാവിലെ നല്ല മഴയായിരുന്നു. അതിനുശേഷം ഉച്ചയാകുമ്പോഴേക്ക് ഫുള്ള് നിന്നു. ഉച്ചയ്ക്ക് ശേഷം ഒന്നും അധികം മഴ ഉണ്ടായില്ല. ഇന്നങ്ങനെയല്ല. ഇതാ ഇപ്പൊ 4 മണിയാവാൻ പോവാണ്. ഇതുവരെ മഴ നിന്നില്ല. രാവിലെ തൊട്ട് പെയ്യുന്ന മഴയാണ്. നല്ല മഴയുണ്ട്. ഇങ്ങനെ പോയാൽ ഒരാഴ്ച കൊണ്ട് തന്നെ കുളത്തിലെ വെള്ളം നിറയും. നമുക്ക് പിന്നെ നീന്താൻ പോവാം. ഓക്കെ, ഇവിടെ ആയിട്ട് ഇങ്ങനെ വെള്ളം തെറിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്താ വിചാരിക്കുന്നത് വെച്ചാൽ ഈ ഒരു ഷീറ്റ് എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ കെട്ടാൻ പറ്റുമോ കേട്ടോ. ഇവിടെ ഇങ്ങനെ ആയിട്ട് കെട്ടി വെച്ചാൽ ഇങ്ങോട്ടേക്ക് വെള്ളം തെറിക്കില്ല. വെറുതെ എഞ്ചിന് വെള്ളം ഇങ്ങോട്ടേക്ക് തെറിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നാളെ അച്ഛൻ ലീവാണ്. അപ്പം നാളെ വൈകുന്നേരം ഇല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം വണ്ടി എടുത്തിട്ട് പുറത്തടിക്കും ഡ്രൈവിന് പോവാം. കാരണം ഡ്രൈവിംഗ് ഏലാക്കണം. ബട്ട് ഇതേപോലെ ഇപ്പം ഇല്ല മഴയാണെന്നും കുഴപ്പമില്ല. നല്ല ഹെവി റെയിൻ ആണെന്നും പറ്റുമോ അറിയത്തില്ല. ബട്ട് നാളെ വന്നാലും വൈകുന്നേരം മിക്കവാറും നമ്മൾ വണ്ടി എടുത്ത് പുറത്തടിയും പോകാം. അങ്ങനെ വീഡിയോ നമുക്ക് എടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഒന്നാടെ വിരിച്ചിട്ട് കാണിച്ചു തരാം. ഓടിയായിട്ട് അങ്ങനെ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. ഈ സൈഡിലും ഷീറ്റ് ഉണ്ട്, ആടിയും ഉണ്ട്, മേലെയും ഉണ്ട്. ഇത് സംഭവം എന്താ വെച്ചാൽ അച്ഛന് രാവിലെ ഷീറ്റ് ഫുള്ളായിട്ട് വിരിക്കാൻ സമയം കിട്ടാത്തതുകൊണ്ടാണ്. നേരമണ്ണം വിരിച്ചില്ല. ഈ ബാക്കി 2 ഷീറ്റും തൊട്ടിപ്പുറത്തേക്കും വരും. അങ്ങനെയാണ് സംഭവം. സമയം കിട്ടാത്തതുകൊണ്ട് ഇങ്ങനെ വിരിച്ചു പോയോണ്ടാണ് ഞാൻ ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ കെട്ടിയിട്ടില്ലേ. ഇപ്പോൾ ഇവിടത്തേക്കൊന്നും വെള്ളം നിറയ്ക്കുന്നില്ല. ഈ സൈഡിൽ എവിടെയുമില്ല, ഈ സൈഡിലും എവിടെയുമില്ല. നല്ല രസമുണ്ടായി. ചുറ്റും ഇത് കെട്ടിയിട്ട് ഒരുമാതിരി പന്തലിട്ട പോലെ, ടെൻറ്റ് കെട്ടിയ പോലെയുണ്ട്. ചായ ഏകദേശം ആയിട്ടുണ്ട്, പോയി കുടിക്കാം. സോ ഇവിടെ ചായ റെഡി ആയിട്ടുണ്ട്. എല്ലാം അവിടെയുണ്ട്, സേഫാണ്. ഓക്കെ, വെള്ളം മാറ്റണം, സമയം കിട്ടുമ്പോൾ മാറ്റാം. സീന ആനിമയാണ്. സോ ഇതിനായി ഇനി നേരെ ടി വിയിലേക്ക് വെക്കാൻ പോവാണ്. ഓക്കെ, ഇതാ ടി വിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇനി ടി വി കാണാം വിത്ത് സ്പീക്കർ ഗായ്സ്. സ്പീക്കറിൻ്റെ എഫക്റ്റും കൂടി ഉണ്ട്. ഇനി കണ്ടോ, കാണിച്ചു തരാം. ബട്ട് ക്വാളിറ്റി കുറവാണ് ഗൈസ്. 360 720p വർക്കാവുന്നത്. എനിക്ക് 1080p കാണണം. അപ്പോൾ ടാബിൽ നിന്ന് കണ്ടാലേ ശരിയാവുള്ളൂ. എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ സ്പീക്കർ രണ്ടും മേലോട്ടേക്ക് എൻ്റെ റൂമിലേക്ക് എടുത്തിട്ട് ടാബിൽ കണക്ട് ചെയ്തിട്ട് മേലെ നിന്നാണ്. ഓക്കെ, സ്പീക്കർ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ സബ് വൂഫർ മേലോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ചില ടൈം ഇങ്ങനെ സിനിമ കാണാൻ വേണ്ടി മേലോട്ട് കൊണ്ടുവരാറുണ്ട്. ഓക്കെ, ഇനി വെക്കാം. ഓക്കെ, ഇതാകുമ്പോൾ 1080p കാണാം. ണ്ടിരിക്കുന്ന ആനിമെ വിച്ച് ഹാറ്റ് ഹെറ്റേലിയെ. സോ കറണ്ട് പോയിട്ടേ ഇല്ലേ. ഇതിൽ ടോട്ടൽ 13 എപ്പിസോഡ്സേ ഇല്ലേ. 10 ഇറങ്ങിയില്ലു. ഞാൻ 8ാമത്തെ എപ്പിസോഡിൽ നിൽക്കുവാണ്. ബാക്കി 2 എപ്പിസോഡ് ഞാൻ കറണ്ട് വന്നിട്ട് രാത്രി കാണും. സോ ഇപ്പോൾ കറണ്ട് പോയിട്ടേ ഇല്ലേ. ഓക്കെ, 7 മണിയായി. സോ തൽക്കാലം ഈ സ്പീക്കർ എടുത്ത് താഴെ തന്നെ കൊണ്ടുവെക്കാം. ബാക്കി ഇനി ഹെഡ്സെറ്റ് വെക്കാം. ഓക്കെ, കറണ്ട് ഇനി എത്ര മണിക്ക് വരുമോ അറിയില്ല. 7 മണിയാവാൻ പോവുകയാണ്. സോ ഗൈസ്, അങ്ങനെ കറണ്ട് വന്നിട്ടുണ്ട്. ഞാൻ അങ്ങനെയാണ് വേഗം പോയി കുളിച്ച് ഫുഡ് കഴിച്ചിട്ട് എഡിറ്റ് ചെയ്യാതിരിക്കട്ടെ. ഇന്ന് പരമാവധി വേഗം എഡിറ്റ് ചെയ്ത് വേഗം കിടക്കാം. സോ ഗൈസ്, അങ്ങനെ കുളി കഴിഞ്ഞ്. അപ്പം ഇന്നലെ ഉച്ചക്ക് കുളിച്ചതിനെ കാട്ടി ഇരട്ടി തണുപ്പാണ് ഇന്ന് കുളിക്കുമ്പോൾ ഉണ്ടായത്. കാരണം ഇന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഫുൾ കണ്ടിന്യൂസ് മഴയാണ്. അപ്പം നല്ല തണുപ്പുണ്ടായിന്. അങ്ങനെ കുളി കഴിഞ്ഞ് ഞാൻ വേഗം പോയി ഫുഡ് കഴിച്ചിട്ട് വന്നിട്ട് എഡിറ്റ് ചെയ്യാതിരിക്കട്ടെ. എനിക്ക് നേരത്തെ കിടക്കണം ഗൈസ്. നാളെ മുതൽ ഞാൻ എൻ്റെ ലൈഫ് സ്റ്റൈൽ മാറ്റാൻ പോവാണ്. ഇത്രയും നാളെ ഞാൻ ഒരുപാട് ടൈം വേസ്റ്റ് ചെയ്യുന്നു. ബട്ട് നാളെ മുതൽ ഒന്നാമത് 2026 പകുതിയായി. സോ ഇനിയും ടൈം വേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം നാളെ മുതൽ ലൈഫ് സ്റ്റൈൽ മാറ്റാണ്. ഇനി മുതൽ ഇപ്പം ഇത്രയും നാൾ ചെയ്തുകൊണ്ടിരുന്നതായിരിക്കില്ല. നാളെ മുതൽ പല കാര്യങ്ങളും ഇമ്പ്രൂവ് ചെയ്യണം, പല കാര്യങ്ങളും മാറ്റണം. സോ അതിൽ നാളത്തെ വ്ളോഗ് കാണാം. നാളെ വൈകുന്നേരം കാണാം. ഓക്കെ, 5 മണിക്ക്. സോ അത്രയേ ഉള്ളൂ. ഇന്നിപ്പോൾ 11ാമത്തെ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നാളെ വൈകുന്നേരം കാണാം. ഓക്കെ.